നമ്മുടെ ഉമ്മയും വാപ്പയും കഴിഞ്ഞാൽ പരിഗണന നമ്മുടെ ഭാര്യയാണ്. വാപ്പയുമൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പരിഗണന കൊടുക്കേണ്ടത്, വാല്യൂ കൊടുക്കേണ്ടത് ജീവിത പങ്കാളിക്കാണ്. ഷറയിലുള്ള ഭാര്യനോടുള്ള കടമയൊക്കെ കംപ്ലീറ്റ് പറഞ്ഞാൽ, നിങ്ങൾ ഗൾഫിലൊക്കെ ജീവിക്കുന്ന പല ആളുകളുണ്ടാവും, അവിടെയും കുറെ കല്യാണം കഴിഞ്ഞ ഭാര്യമാരുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് വീട്ടിൽ മര്യാദക്കൊരു ചോറ് പോലും ഉണ്ടാക്കൂല, മുഴുവൻ പണിയും വേലക്കാരാണ് അവിടെ വീട്ടിലെടുക്കുന്നത്. ഒരു വീട്ടിൽ 4-5 വേലക്കാരികൾ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ വീട്ടിൽ നമ്മൾ വേലക്കാരെ വെച്ചിട്ടുണ്ടോ? നമ്മുടെ വസ്ത്രം അലക്കുന്നത്, നമ്മുടെ ഭക്ഷണം വിളമ്പുന്നത്, നമ്മുടെ മക്കളെ പ്രസവിച്ചത്, നമുക്ക് വേണ്ടി ഓരോന്ന് ചെയ്തത്, നമ്മുടെ അമ്മക്കും വാപ്പക്കും പോലും വെള്ളം ചൂടാക്കി കൊടുത്തത് നമ്മുടെ ഭാര്യയാണ്. ഈ സ്നേഹവും പരിഗണനയും നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഇസ്ലാമിൽ ഒരുപാട് അവൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ വേലക്കാരികളെ വെച്ചു കൊടുക്കേണ്ടി വരും എന്ന് വരെയുണ്ട്. അവളെ വീട്ടിൽ അങ്ങനത്തെ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ വേലക്കാരന് വെച്ചു കൊടുക്കേണ്ടി വരും. നമ്മുടെ വസ്ത്രം അലക്കണമെന്ന് ദീനിൽ കടമല്ല. നമ്മൾ അവളോട് അലക്കാൻ പറഞ്ഞാൽ അവൾ ഇത്വാഅത്ത് ചെയ്യണം, ഭർത്താവിനെ അനുസരിക്കണം എന്ന നിലയിൽ അവൾ അത് ചെയ്യണം. അങ്ങനെയാണ് ദീനിന്റെ മസല. അല്ലാതെ അവൾക്ക് സ്വന്തമായിട്ട് ഭർത്താവിന്റെ വസ്ത്രം അലക്കി കൊടുക്കുക എന്ന് ഒരൊറ്റ ഹദീസില്ല, കടമയെ പറഞ്ഞിട്ടില്ല. ഭാര്യക്ക് ഭർത്താവിനോടുള്ള കടമകളിൽ ഭർത്താവിന്റെ വസ്ത്രം അലക്കാൻ കടമയില്ല. പക്ഷേ ഭർത്താവ് പറഞ്ഞാൽ അതനുസരിക്കൽ നിർബന്ധമാണ്. അങ്ങനെയാണ് ദീനിന്റെ മസല. ആ കടമയില്ലാത്ത സംഗതി നമുക്ക് ചെയ്തു തരുന്നു അല്ലേ? വസ്ത്രം അലക്കി തരുന്നുണ്ട്, അലക്കി ഇസ്തിരിട്ട് തരുന്നു. നമ്മുടെ മക്കളെ പ്രസവിച്ചത് 3-4 മക്കളെ ഡൗൺലോഡ് ചെയ്തെടുത്തതാണോ? ഏതെങ്കിലും ഷോപ്പിൽ പോയി ഇന്റർനെറ്റ് കഫേ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്തതാണോ? അല്ല, നമ്മുടെ ഭാര്യ പ്രസവിച്ചതാണ്. ഒരു പ്രസവം എന്ന് പറഞ്ഞാൽ ഏറ്റവും എടുങ്ങാറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹ് പറഞ്ഞാണ് ഖുർആനിൽ, വഹ്നൻ അലാ വഹ്ൻ. നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി ചെയ്തു തന്നത് വഹ്നൻ അലാ വഹ്ൻ. പ്രയാസം അതിന്റെ മേൽ പ്രയാസം, പ്രയാസത്തിന്റെ മേൽ പ്രയാസം. അങ്ങനെ കഷ്ടപ്പെട്ട് പ്രസവിച്ച് നമ്മുടെ മക്കളെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഭാര്യയാണ്. നമുക്ക് ഡ്രസ്സ് അലക്കി തന്നത്, നമുക്ക് നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി തരുന്നത്, എന്തെല്ലാം സേവനങ്ങളാണ്. ദീനിൽ അള്ളാഹുവോട് പറയാത്ത പലതും ചെയ്തു തരുന്നുണ്ട്. അവർക്ക് അറിഞ്ഞൂടെ അതിനെപ്പറ്റി പലതും. വളരെ സ്നേഹത്തോടു കൂടി ഭർത്താവിന് വേണ്ടി എല്ലാം ചെയ്തു തരുന്നുണ്ട്. എന്നിട്ടും ഒരു വേലക്കാരിയുടെ വില, ഒരു വാഷിംഗ് മെഷീന്റെ വില, ഒരു പ്രസവ യന്ത്രത്തെ പോലെ എന്തൊക്കെയോ ചെയ്തു തരാനുള്ള ഒരു വേലക്കാരിയാണ് എന്ന് സ്വന്തം പങ്കാളിയെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ വെറുതെ വിടുന്ന ഒരാളും കരുതണ്ട. സ്നേഹവും സമാധാനവും ദീനിൽ കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ്, വളരെ പ്രധാനമാണ്. നബിതങ്ങൾ അതിനെപ്പറ്റി വഫാത്തിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ നേരത്തെ വസിയത്തിൽ നിസ്കാരത്തെ പറ്റി നമ്മൾ എങ്ങനെ ഘോരഘോരമായി പ്രസംഗിക്കും. നബിതങ്ങൾ വഫാത്തിന്റെ നേരത്ത് പറഞ്ഞ മറ്റൊരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തില് അല്ലാഹുവിനെ പേടിക്കണേ, അവരെ ഇടങ്ങേറാക്കരുതേ. ഇത് വഫാത്തിന്റെ നേരത്തെ നബിതങ്ങളുടെ വസിയത്താണ്. ഇത് സീരിയസ് ആയിട്ട് നമ്മളൊക്കെ എടുക്കണം. നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ആ സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ദുആയിലേക്ക് അടുക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടിയിരുത്തം അല്ലാഹു വലിയ ഖൈറാത്തുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മഹല്ല് മുസ്ലിം ജമാഅത്ത് ഒരുപാട് സവിശേഷമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാ അർത്ഥത്തിലും നേതൃത്വം കൊടുക്കുന്ന ഒരുപാട് ആളുകൾ, ഇതിന്റെ ഉമറാക്കൾ, ഇതിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, അതുപോലെ ഇതിന്റെ ഈ നാട്ടിലെ പ്രഗത്ഭരായ എൻ്റെ സ്നേഹിതൻ മാഷടക്കം ഒരുപാട് ആളുകൾ, മാഷാ അല്ലാഹ്, അവരെല്ലാവർക്കും ഒരുപാട് ആളുകൾ 6-7 സ്ഥലത്ത് നടന്ന വലിയ മീറ്റിംഗിന് ശേഷമാണ് ഇത് ഇങ്ങനെ ഒരു സമാപനത്തിലേക്ക് എത്തിയത്. സൈനർ മാഷ് അതിനെ പറ്റിയൊക്കെ എന്നോട് പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സമാപന പ്രാർത്ഥനയുടെ തൊട്ടു മുമ്പ് ഒരു സംഭവം നിങ്ങളെ തൊട്ടടുത്താണ്. ഇവിടുന്ന് കുറച്ച് പോയാലാണ് കൊണ്ടോട്ടി എയർപോർട്ട്. ആ എയർപോർട്ടിന്റെ തൊട്ടടുത്തായിരുന്നു കഴിഞ്ഞ ഡിസംബർ 22 ഞാൻ വയല് പറഞ്ഞത്. ഡിസംബർ 22 കഴിഞ്ഞ മാസം, കഴിഞ്ഞതല്ല അതിന്റെ മുമ്പത്തെ മാസം. അപ്പൊ വയല് കഴിഞ്ഞിട്ട് ഒരാള്, മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാനി, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് എന്റെ ജീവിത പങ്കാളിയുടെ വാല്യൂ മനസ്സിലാകാൻ 60 വയസ്സാകേണ്ടി വന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? 60ാമത്തെ വയസ്സിലാണ് പങ്കാളിയുടെ വാല്യൂ മനസ്സിലായത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് 3 പെൺകുട്ടികളാണ്. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ആരോഗ്യമുള്ള കാലത്തൊക്കെ ഭാര്യനെ ഒരുപാട് ആക്രമിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, സ്വർണത്തിന്റെ പേരിൽ കരയിപ്പിച്ചിട്ടുണ്ട്, നിറമില്ലാത്തതിന്റെ പേരിൽ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സഹിച്ചവള് കൂടെ വന്നു. 60ാമത്തെ വയസ്സിൽ 59 കഴിഞ്ഞ് 60 ആയപ്പോൾ എനിക്കൊരു ആക്സിഡന്റ് പറ്റി, 2 കാലും ഒടിഞ്ഞുപോയി. 3.5 കൊല്ലം ഞാൻ വീൽ ചെയറിൽ കിടന്നു. വീൽ ചെയറിൽ എൻ്റെ കൂടെ നീയലായിട്ട് 3.5 കൊല്ലക്കാലം കൂടെ ഉണ്ടായത് ഒറ്റ ആളാ, എൻ്റെ ഭാര്യ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ മനുഷ്യൻ പറയാണ്, കാലൊടിഞ്ഞപ്പോഴാണ് ഭാര്യന്റെ വില മനസ്സിലായത്. എനിക്ക് 3 മക്കളുണ്ട്, വലിയൊരു ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ്. അവരൊക്കെ ഗൾഫിലുണ്ട്, ഒരാൾ വയനാട്ടിലുണ്ട്, 2 പേര് ഗൾഫിലുണ്ട്. ഈ 3 മക്കളും ഒരു 3-4 തവണ ഈ 3.5 കൊല്ലത്തിനടുക്ക് എന്നെ കാണാൻ വന്നു. 1-2 ദിവസം എൻ്റെ അടുത്ത് നിൽക്കും, ഇവര് തിരിച്ചു പോകും. എന്നാൽ എന്റെ കൂടെ പാറ പോലെ എനിക്കൊരു വേദന വന്നാൽ ഒഴിഞ്ഞു തരാൻ, ഒരു മുണ്ട് നനച്ചു തുടക്കാൻ, ഒരു ഗുളിക എടുത്തു തരാൻ, ഹോസ്പിറ്റലിലേക്ക് ഫ്ലാസ്ക് എടുത്ത് മുന്നിലോടാൻ, എന്റെ വീൽ ചെയറിന്റെ കൈ പിടിച്ചു നടക്കാൻ, കറുത്തവളെന്ന് പറഞ്ഞ, വയറ് ചാടിയവളെന്ന് പറഞ്ഞ, ശരീരത്തിന് ഭംഗിയില്ലാത്തവളെന്ന് ഞാൻ പറഞ്ഞു കുറ്റപ്പെടുത്തിയ എന്റെ ജീവിത പങ്കാളി
എൻ്റെ ഭാര്യ മാത്രമേ എനിക്ക് കൂടെ ഉണ്ടായിട്ടുള്ളൂ, വേറെ ആരുമില്ല. എല്ലാവരും 4 ദിവസം വന്ന് കാണാൻ വന്നു പോയി, പലരും ഒരാഴ്ച വന്നു തിരിച്ചുപോയി. 3.5 കൊല്ലം ഒരു നിഴല് പോലെ എൻ്റെ കൂടെ നിന്നത് എൻ്റെ ഭാര്യ മാത്രമാണ്. എൻ്റെ ഭാര്യന്റെ വില മനസ്സിലായത് 60ാമത്തെ വയസ്സിലാണ്. ഇന്ന് എനിക്ക് 69 വയസ്സായി. ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്. 3 മക്കളുണ്ടായിരുന്നു. 3 4 വട്ടം വന്ന് കണ്ടു. അവരവരെ ജോലി തിരക്ക് പൈസ ജീവിതത്തിലേക്ക്. എനിക്ക് ആശ്വാസവും ആനന്ദവുമായി കൂടുള്ളത് എൻ്റെ ഭാര്യ മാത്രമാണ് എന്ന് ഒരു മനുഷ്യൻ, ഒരു സമ്പന്നനാണ് അദ്ദേഹം, ഒരു പ്രവാസി വ്യവസായിയൊക്കെ ആയിരുന്നു, ഇപ്പൊ നാട്ടിലാണ്. അദ്ദേഹം സങ്കടത്തോടു കൂടി എന്നോട് പറയാം. അതുകൊണ്ട് നേരത്തെ തന്നെ ആ വാല്യൂ മനസ്സിലാക്കി സന്തോഷം കൊടുക്കുക, സമാധാനം കൊടുക്കുക. ജീവിതം എന്ന് പറഞ്ഞാൽ കാലാകാലം ഒരു ശാരീരിക സുഖം, സൗന്ദര്യം, സ്വത്ത് മാത്രമല്ല, അതിലപ്പുറത്തേക്ക് ഒരു ഇഷ്ടം മനസ്സിലുണ്ടാകണം. നമുക്ക് വേണ്ടി പ്രസവിച്ചതും കഷ്ടപ്പെട്ടതും ഓർമ്മ ഉണ്ടാകണം. ബൈനക്കും മവദ്ദത്ത് മാത്രമല്ല, റഹ്മത്ത് കൽബിലുണ്ടാകണം, കരുണയുണ്ടാകണം. കല്യാണം കഴിഞ്ഞ് 5 കൊല്ലം 10 കൊല്ലം ആകുമ്പോൾ വയറ് കണ്ട ചാടി പൊറാട്ടമാവ് കുഴച്ചമാതിരി കാണും, അല്ലെങ്കിൽ ഷെയ്പ്പ് മാറും, പണ്ടത്തെ ആനന്ദം സന്തോഷം ചിലപ്പോൾ കിട്ടാതിരിക്കും. അപ്പോഴേക്ക് രണ്ടാമത്തെ ഹറാമായ അവിഹിതത്തിലേക്ക് പോകാതെ സ്വന്തം ഭാര്യയിൽ തന്നെ സന്തോഷം കണ്ടെത്തി വിശ്വസിച്ച് ചേർത്ത് പിടിക്കുകയാണ് ഈമാനുള്ള മുഅ്മിനീങ്ങൾ ചെയ്യേണ്ടത്. അവിഹിതത്തിലേക്കും വൃത്തികേടിലേക്കും പോകാതെ സ്വന്തം ഭാര്യയോട് വിശ്വാസവഞ്ചന ചെയ്യാതെ അത് മനസ്സിലാക്കുക. ഓളെ വയറ് കണ്ടിട്ട് പൊറാട്ട കുഴച്ച് വെച്ച പോലെ തോന്നുമ്പോൾ മനസ്സിലാക്കുക, എൻ്റെ 4 മക്കളെ പള്ളയെ കൊണ്ടിടുന്ന ഓളാണ്. ഇത് പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് എഴുതി ഒപ്പിട്ടെടുത്ത് മേടിച്ചതല്ല, മക്കളെ ഡൗൺലോഡ് ചെയ്തെടുത്തതല്ല, മാന്തി എടുത്തതല്ല, ആകാശത്ത് നിന്ന് വീണതുമല്ല, ഇവളെ വയറ്റിനകത്ത് കൊണ്ടു നടന്നതാണ്. അപ്പോഴാണ് ഓളെ വയറ് ചാടിയത്. കല്യാണം കഴിഞ്ഞ് അന്ന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 6 മാസം കഴിഞ്ഞ് 9 മാസം കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. 4 കുട്ടികളെ പ്രസവിച്ചു. 10 കൊല്ലമായിട്ടേ ഉള്ളൂ. 20 കൊല്ലം കൊണ്ട് അവൾ 6 കുട്ടികളെ തന്നു. അതിനുശേഷമാണ് വയറ് ചാടിയത്, ഷേപ്പ് മാറിയത്, കുട്ടികളെ മുലപ്പാല് കൂട്ടി. അതിനുശേഷമാണ് ഷേപ്പ് ഔട്ടായത്. ഈ ചിന്ത മനസ്സിലുള്ള ആണുങ്ങളാണെങ്കിൽ അവിടെ റെസ്പെക്റ്റും സ്നേഹവും ഉണ്ടാകും, വാല്യൂ ഉണ്ടാകും, ഒരു പരിഗണന അവരുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ആണുങ്ങളോട് പറയാനുള്ളത് 60 70 ആയവർക്കൊക്കെ അറിയാം, മക്കളൊക്കെ അവരവരെ തിരക്കുകളിലൊക്കെ ആയിരിക്കും അല്ലേ. നമ്മുടെ പെൺകുട്ടികൾ കെട്ടിച്ചെടുത്തായിരിക്കും, നമ്മുടെ ആൺകുട്ടികൾ പോലെ കെട്ടിയോളം മക്കളായി തിരക്കിലായി 24 മണിക്കൂർ നമ്മുടെ കൂടെ കാനൊന്നും മക്കൾക്ക് പോലും പറ്റൂല. നമ്മുടെ കൂടെ നമ്മുടെ ഭാര്യ ഉണ്ടാകും. ചെറുപ്പത്തിൽ നമ്മുടെ പൊന്നുമ്മയും ഉപ്പയും നമുക്കെല്ലാം ചെയ്തെന്നു. നമ്മുടെ വയസ്സാം കാലത്ത് 50 60 ഒക്കെ ആയി 70 ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളൊക്കെ പോലെ തിരക്കിലാണ്. നമ്മളെല്ലാവരും നമ്മൾ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച പല ആളുകളുണ്ടാവും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും. അവിടെയൊക്കെ അവരൊക്കെ അവരവരെ ലോകത്താണ്. നമ്മുടെ കൂടെ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ, ഒന്ന് അപകടം പറ്റി കിടപ്പിലായാൽ, ഒരേ ഒരാൾ മാത്രമേ കൂടെ ഉണ്ടാവൂ, നമ്മുടെ ഭാര്യ മാത്രം. 99% സ്ഥലത്തും അങ്ങനെയാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ സ്നേഹം കൊടുക്കുക, പരിഗണന കൊടുക്കുക. വല്ലാതെ വെറുപ്പിക്കുന്നതിന് പകരം, ചെണ്ടയാക്കുന്നതിന് പകരം, എല്ലാവർക്കും ചവിട്ടിക്കളിക്കാനുള്ള ഒരു വേലക്കാരിയാക്കുന്നതിന് പകരം സ്വന്തം ഭാര്യയുടെ താല്പര്യങ്ങളൊക്കെ ഒന്ന് അറിയാം, ഒരു സ്നേഹത്തോട് സംസാരിക്കുക, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. മെൻസസ് ഒക്കെ ഉള്ള സമയത്തൊക്കെ ഒരു പരിഗണന പ്രത്യേകം നൽകുക. മെൻസസ് മാസത്തിൽ 7-8 ദിവസം നമുക്കുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു ദിവസം ബ്ലീഡിങ് സഹിക്കാൻ പറ്റും, ഒറ്റ ദിവസം ബ്ലീഡിങ് സഹിക്കാൻ പറ്റും. പുറത്ത് പോകണമെങ്കിൽ ഈ സാനിറ്ററി സാധനം എടുത്ത് വേഗിലിട്ട് പോകേണ്ട അവസ്ഥ നമുക്ക് സഹിക്കാൻ പറ്റുമോ? നമ്മുടെ ഭാര്യ സഹിക്കുന്നുണ്ട്, നമ്മുടെ മക്കൾ, പെൺകുട്ടികൾ, ഉമ്മ കുറെ കാലം സഹിച്ചു. നമ്മുടെ ഭാര്യ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും. ഒരു പ്രായം എത്തുന്നവരെ അങ്ങനെ കഷ്ടപ്പെടാൻ മാസത്തിൽ 1 ദിവസം, ഒരു കൊല്ലം മാത്രമല്ല, മാസത്തിൽ 7-8 ദിവസം, 9 ദിവസം, ചിലർക്ക് 10 ദിവസം, 15 ദിവസം വരെ ഉണ്ട്, 20 ദിവസം വരെ ഉള്ളവരുണ്ട്. മിനിമം ഒരു 6-7 ദിവസം ഇത് അനുഭവിക്കാൻ. ആ സമയമൊക്കെ നമ്മൾ അവരെ മനസ്സിലാക്കണം, പരിഗണിക്കണമെന്ന് അള്ളയും റസൂലും പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ല, അള്ളയും റസൂൽ അങ്ങനെ പറഞ്ഞത്. അത് നിങ്ങളോട് പറയാം.